കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രകൃതി ദുരന്തമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. പ്രകൃതി കലിതുള്ളിയപ്പോൾ വലിയൊരു പ്രദേശമാകെ 2-3 കൊച്ചു ഗ്രാമങ്ങൾ ഉൾപ്പെടെ ഒലിച്ചില്ലാതാവുന്ന ഒരവസ്ഥ. അതോടെ വാർത്തകളിൽ ഉരുൾപൊട്ടലും അതിൻ്റെ കാരണങ്ങളും പ്രകൃതി ചൂഷണങ്ങളുമൊക്കെയായി വലിയ തോതിൽ തന്നെ വാർത്തകളും ചർച്ചകളും നിറയുകയുണ്ടായി. എങ്ങനെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത്? അതിതീവ്ര മഴയിൽ മലയിലെയും കുന്നിലെയും ഒക്കെ ചരിഞ്ഞ പ്രദേശങ്ങളിലാണല്ലോ സാധാരണയായി ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, കനത്ത മഴയിൽ മണ്ണിൻ്റെ പുറംപാളി നനഞ്ഞു കുതിരുമ്പോൾ അടിയിലത്തെ പാളിയിൽ നിന്നും ബന്ധം വേർപിട്ട് തെന്നി മാറാവുന്നതാണ്. അല്ലെങ്കിൽ മഴക്കാലത്ത് കുതിർന്നു നിൽക്കുന്ന മണ്ണിൽ പെട്ടെന്നൊരു കനത്ത മഴ പെയ്യുമ്പോൾ ഉള്ളിലുള്ള അറകളിലൊക്കെ ജലം കെട്ടി നിൽക്കുകയും അതിൻ പ്രകാരം ഭാരം വർദ്ധിച്ച് മുകളിലത്തെ മൺപാളി തെന്നി മാറാം എന്നതുമാണ്. ഇനി ഈ ജലം തന്നെ അതിശക്തമാവുകയും മൺപാളികൾ തമ്മിലുള്ള ബന്ധം തന്നെ തകർത്തും ഉരുൾപൊട്ടലുണ്ടാവാം. മറ്റൊന്നാണ് മണ്ണിലുണ്ടാകുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ വ്യതിയാനം എന്നത്. മൺപാളികൾക്കിടയിൽ പെട്ടെന്ന് അധിക ജലം എത്തുമ്പോൾ ഈ മർദ്ദത്തിന് വ്യതിയാനം വന്ന് അവിടം ശക്തമാവും. അങ്ങനെ ഇത് ജലത്തിനെ പുറത്തേക്ക് തള്ളാൻ ആരംഭിക്കും. അങ്ങനെ മൺപാളിയിലെ കട്ടി കുറഞ്ഞ മേഖല പൊട്ടിച്ച് ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ചെയ്യും. അപ്രകാരം മുകൾ പാളിയിലൂടെ മരങ്ങളും പാറകളും മണ്ണും ഒക്കെ കൂടി വെള്ളത്തോടൊപ്പം ഒഴുകി വരികയും വരുന്ന വഴികളെല്ലാം തന്നെ ഇല്ലാതാക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരമൊരു ഉരുൾപൊട്ടലിന് ചില പൊതുവായ ഘടകങ്ങളുണ്ടെന്ന് നമുക്ക് തന്നെ കാണാവുന്നതാണ്. കുറച്ച് ദിവസമെങ്കിലും തുടർച്ചയായ മഴയുണ്ടാവുന്നു, മണ്ണിലാകെ ജലം നിറയുന്നു, അധിക ജലം താങ്ങാനാവാതെ സാച്ചുറേറ്റഡ് ആവുന്നു, ഉള്ളിലെ മർദ്ദം കൂടാൻ ആവശ്യമായ അതിശക്തമായ മഴയും പെയ്യുന്നു. അതായത് ഒരു നീണ്ട പ്രോസസ്സ് തന്നെ അവിടെ നടക്കുന്നുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഉരുൾപൊട്ടലുകളുടെ വെളിച്ചത്തിൽ തന്നെ അത് മനസ്സിലാക്കാവുന്നതുമാണ്. ഉദാഹരണത്തിന്, പുത്തുമല ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നതിന് മുന്നേയുള്ള 4 ദിവസങ്ങളിൽ പെയ്ത മഴ എന്നത് ഏതാണ്ട് 1069 മില്ലിമീറ്ററാണ്. ഉരുൾപൊട്ടിയ അന്ന് അതിതീവ്ര മഴയായി 321 mm മഴ പെയ്യുകയുണ്ടായി. ഇനി പെട്ടിമുടിയിലാണെങ്കിൽ അതിനു മുന്നേയുള്ള 5 ദിവസങ്ങളിൽ പെയ്തത് 1763 mm മഴയാണ്. ഉരുൾപൊട്ടലുണ്ടായ അന്ന് മാത്രം 616 mm മഴ പെയ്തു എന്നുമാണ് കണക്ക്. ഇനി കഴിഞ്ഞ ദിവസം ദുരന്തമുണ്ടായിട്ടുള്ള മുണ്ടക്കൈ ദേശത്തും സ്ഥിതി ഇങ്ങനെയൊക്കെ തന്നെയാണ്. ദുരന്തത്തിന് മുന്നേയുള്ള ഏതാണ്ട് 4 ദിവസങ്ങളിൽ 425 mm മഴ പെയ്തപ്പോൾ 29-30 സമയത്ത് ഏതാണ്ട് 372 mm മഴ പെയ്തു എന്നാണ് കണക്ക്. അതായത് 3-4 ദിവസങ്ങളിൽ തുടർച്ചയായി 100-200-ലധികം മഴ പെയ്യുമെങ്കിൽ അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നത് തന്നെ. കേരളത്തിൻ്റെ ഭൂപ്രദേശങ്ങളും സഹ്യപർവ്വത മലനിരകളും ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ വളരെ അധികമാണ്. കേരളത്തിൽ സ്വാഭാവികമായും ഇടുക്കിയും വയനാടും തന്നെയാണ് ഏറ്റവും അധികം ഉരുൾപൊട്ടൽ ഭീഷണികളുള്ള പ്രദേശങ്ങൾ. സാധ്യതാ പ്രദേശങ്ങൾ കാലാകാലങ്ങളിലായി വർദ്ധിച്ചു വരുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അപകട സൂചന. കേരളത്തിൻ്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഉരുൾപൊട്ടലുകൾ കൂടി പരിചയപ്പെടാം. 1949 ഓഗസ്റ്റ് 28-ന് ഇടുക്കിയിലെ തൊടുപുഴ കരുമല്ലൂർ മേഖലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും 9 പേർ മരണപ്പെടുകയുമുണ്ടായി. 1958 ഓഗസ്റ്റ് 7-ന് തൊടുപുഴയിലെ തന്നെ കുട്ടിക്കൽ മേഖലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും 29 പേർ മരണപ്പെടുകയുണ്ടായി. 1961 അട്ടപ്പാടിയിലുണ്ടായ ദുരന്തത്തിൽ 73 പേരാണ് മരണപ്പെട്ടത്. 1974 ജൂലൈ 26-ന് അടിമാലിയിലെ ഉരുൾപൊട്ടലിൽ 33 പേരും മരണപ്പെടുകയുണ്ടായി. 1976 ജൂലൈ 24-ന് തൃശ്ശൂരിലെ പട്ടിക്കാട് മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ 16 പേർ മരണപ്പെട്ടു. 1977 നവംബറിൽ പാലക്കാടുണ്ടായ ഉരുൾപൊട്ടലിൽ 15 പേർ ഇല്ലാതായി. 1978 ജൂലൈയിൽ കോഴിക്കോടിലെ ആനക്കാംപൊയിൽ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ 4 പേരും മരണപ്പെടുകയുണ്ടായി. വാർത്തകളിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന വയനാട്ടിലെ മുണ്ടക്കൈ മേപ്പാടി പ്രദേശത്ത് ഇതിനു മുന്നേയും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. 1984 ജൂലൈ 2-നുണ്ടായ ഉരുൾപൊട്ടലിൽ 18 പേർ മരണപ്പെടുകയുണ്ടായി എന്നാണ് കണക്ക്. അതും ഇതുപോലെ തന്നെ വലിയ തോതിൽ ചളിയും മണ്ണും അടിഞ്ഞുകൂടുകയും മൃതദേഹങ്ങളൊക്കെ ചാലിയാറിൽ നിന്ന് ലഭിക്കുകയുമാണ് ഉണ്ടായത്. 1984 തന്നെ ഒക്ടോബർ 8-9 തീയതികളിൽ കോഴിക്കോട് വയനാട് മേഖലകളിലുണ്ടായ ഉരുൾപൊട്ടലുകളിൽ 17 പേരും മരണപ്പെടുകയുണ്ടായി. 1985 ജൂൺ 26-27 ദിവസങ്ങളിൽ ഇടുക്കിയുടെ പലയിടങ്ങളിലായി ഉണ്ടായ അപകടങ്ങളിൽ 55 പേരും ഇല്ലാതായി. 1992 ജൂൺ 19-ന്
വയനാട്ടിലെ പടിഞ്ഞാറേത്തറയിലുണ്ടായ ഉരുൾപൊട്ടലിൽ 11 പേരും മരണപ്പെട്ടു. 1997 ജൂലൈ 21 ഇടുക്കിയിലെ തന്നെ പഴമ്പള്ളിച്ചാൽ മേഖലയിലെ ഉരുൾപൊട്ടലിൽ 16 പേർ മരണപ്പെടുകയുണ്ടായി. 2001 നവംബർ 9 തിരുവനന്തപുരത്തെ അമ്പൂരിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ 38 പേർ മരണപ്പെടുകയുണ്ടായി. 2004 ഓഗസ്റ്റ് 4 കുറ്റ്യാടിയിലെ ഉരുൾപൊട്ടലിൽ 10 പേർക്ക് ജീവഹാനി സംഭവിച്ചു. പിന്നീട് 2012 കോഴിക്കോടിലെ ആനക്കാംപൊയിലുണ്ടായ ഉരുൾപൊട്ടലിൽ 8 പേരും മരണപ്പെട്ടു. 2012 ഓഗസ്റ്റ് 18 മൂവാറ്റുപുഴ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ 6 പേർ മരണപ്പെട്ടു. 2018 ഓഗസ്റ്റ് 14 കോഴിക്കോട് കട്ടിപ്പാറ ദുരന്തത്തിൽ 7 പേരും, അതേ മാസം 16 പാലക്കാട് പോത്തുണ്ടിയിലുണ്ടായ ദുരന്തത്തിൽ 7 പേരും മരണപ്പെടുകയുണ്ടായി. 2019 ഓഗസ്റ്റ് 8 പുത്തുമലയിലെ ഉരുൾപൊട്ടലുണ്ടായത്. 17 പേർ അന്ന് മരണപ്പെട്ടു. നിലവിൽ ദുരന്തം നടന്ന ചൂരൽമലയിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം അകലെയാണ് പുത്തുമല എന്നത്. ഇതേ സമയം തന്നെ കവളപ്പാറയിലുണ്ടായ ഉരുൾപൊട്ടലിൽ 59 പേരും മരണപ്പെടുകയുണ്ടായി. 2020 ഓഗസ്റ്റ് 6 ഇടുക്കിയിലെ പെട്ടിമുടിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും 70 പേർ മരണപ്പെടുകയുണ്ടായി. 2021 ഒക്ടോബർ 16 കോട്ടയം ജില്ലയിലെ കുട്ടിക്കലും സമീപ പ്രദേശമായ ഇടുക്കിയിൽ ഉൾപ്പെടുന്ന കൊക്കയാറിലുമൊക്കെ ഉരുൾപൊട്ടി 21 പേരും മരണപ്പെടുകയുണ്ടായി. 2024 ജൂലൈ 30 ചൂരൽമലയിലും മുണ്ടക്കൈയിലുമൊക്കെ കണ്ടത് കേരളം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഉരുൾപൊട്ടൽ ദുരന്തമാണെന്ന് നിസ്സംശയം പറയാം. ഒരു ഗ്രാമമേ ഇല്ലാതാവുന്ന അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. മരണം പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ്. അത് അതിഭീകരം തന്നെയാണ്. ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളൊക്കെ കണ്ടെത്തി ശാശ്വത പരിഹാരം, സത്യത്തിൽ പ്രകൃതിയുടെ രൂക്ഷ സ്വഭാവത്തിന് പരിഹാരമുണ്ടാക്കുക സാധ്യമല്ലാത്തതുകൊണ്ട് തന്നെ അപകട സാധ്യത പരമാവധി കുറയ്ക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാവട്ടെ എന്ന് പറയാവുന്നതാണ്.